ബസ്സിലിരുന്ന് ചെയ്ത ആണുങ്ങളെ മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു ലോകം. ഞാൻ എന്ത് പണിയാടോ കാണിച്ചത്? എന്റെ പൊന്നു, ഇത്രയും വലിയ നാണക്കേട് ഈ കേരളത്തിലെ ആണുങ്ങൾക്ക് ഇനി വരാനുണ്ടോ? അതിൽ കാര്യമുണ്ട്. എന്തൊരു വൃത്തികെട്ട ആണുങ്ങള്. ചോദിച്ചത് കേട്ടില്ലേ? ഫോളോവേഴ്സിനെ കൂട്ടാനാണെങ്കിൽ വേറെ എന്തൊക്കെ കാര്യം ചെയ്യാം. നീ മിണ്ടരുത്. നീ മിണ്ടാറാവുമ്പോ ഞാൻ പറയും. ആ മസ്താനി ഇവിടെ തോന്നിയാത്തം പറയാനുണ്ടല്ലോ. അന്നല്ല ആ കുട്ടിയുടെ പിന്നെ ഇൻസ്റ്റാഗ്രാം പേര്. ഇവൻ ഒരു മണ്ടൻ. ആ കുട്ടിക്ക് നല്ല ഡാൻസ് കളിക്കാനുള്ള ടാലന്റ് ഉണ്ട്. അങ്ങനെയൊന്നും ഇല്ലാതില്ലല്ലോ. ഇല്ല, എല്ലാം ആ കുട്ടി ഓൾറെഡി പെപ്പയുടെ കൂടെ ഒക്കെ ഡാൻസ് കളിച്ച കുട്ടിയാണ്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഇത്രയും ചീള് കേസ് ചെയ്തിട്ട് വേണം ആ പെൺകുട്ടിക്ക് വൈറലാവാൻ വേണ്ടി. എന്നിട്ട് നമ്മളെ ചീറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. എന്ത് വൃത്തികേടാണ് ഇവിടുത്തെ കേരളത്തിലെ മെൻസ് റൈറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞത്. കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് സാർ. എല്ലാം എന്നെ ഉദ്ദേശിച്ചല്ല, ഇതുപോലെ കുറെ ഞരമ്പ് രോഗികളുടെ സംഘടനയാണ് ഈ കേരള മെൻസ് റൈറ്റ് അസോസിയേഷൻ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. എന്റെ പൊന്നു, ഇവന്മാർക്ക് നാണമില്ലേ? നാണം എന്ന് പറഞ്ഞ സാധനം ഇവന് മാനേഴ്സ് ഇല്ല സാർ, തനിക്കുമില്ല. ഇവന്മാർക്ക് ഇങ്ങനെയുള്ള കുറെ ഞരമ്പ് രോഗികളുണ്ട്. വേണ്ടാത്തൊന്നും വിളിച്ചു പറയരുത് കേട്ടോ. പെണ്ണുങ്ങളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളെ ഒരു പ്രസിന്റെ ഒരു അറ്റം കണ്ടാൽ മതി, അവന്മാർക്ക് അന്നേരം മാറ്റി ചെയ്യാൻ പറ്റും. മനസ്സിലായില്ല. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. ഇത്രയും വൃത്തികെട്ട ആണുങ്ങളുടെ എല്ലാം കൂടെ കൂട്ടമാണ് ഈ മെൻസ് റൈറ്റ് അസോസിയേഷൻ. ഈ നാട്ടിൽ മുഴുവൻ പാട്ടാണ്. കേരളത്തിലെ ആണുങ്ങൾക്ക് മൊത്തം ലജ്ജ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ഇവിടെ നടന്നിരിക്കുന്നത്. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? ഈ ബസ്സിലിരുന്ന് ഈ തോണ്ടുക, പിടിക്കുക, ചാക്കി വെക്കുക, മറ്റേ തോണ്ട് പിടിക്കുക, ഇങ്ങനത്തെ ഒരു 500 കേസ് എങ്കിലും ഡെയിലി നടക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് സൂക്ഷിക്കണം കേട്ടോ.